ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് മോർണിംഗ് 8:30ക്കാണ് ക്ലാസ്. -2 ഡിഗ്രി ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ജാക്കറ്റും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിലാണ് ക്ലാസ്സിന് പോയത്. സിഗ്നലിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് കയറി പിന്നെ അങ്ങനെ ബസ്സിൽ പോയി. മോർണിംഗ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ബസ്സിൽ നിന്ന് തന്നെ ഇരുന്ന് കഴിച്ച്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പീഡിയാട്രിക്സ് ആണ് ക്ലാസ്. ഞങ്ങളായിരുന്നു ക്ലാസ്സിൽ നേരത്തെ എത്തിയതുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൂച്ചേനെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. പിന്നെ ഇത് ഞങ്ങളുടെ ക്ലാസ്. ആരും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടി ആലിയ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും വന്നു. എനിക്കതറിയില്ല. Vertical type of the machine is horizontal. And before I say the each kilo, but we need actually. Found to the hospitals. Put our centimeter length. Put all the position. Not in. ഞങ്ങൾക്ക് ഈ ഒരു ഡമ്മി ബേബി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്ന ലെക്ചർ. എന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. എന്നിട്ട് കുറേ വെയിറ്റ് ചെക്ക് ചെയ്തതും പിന്നെ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ കുറേ പ്രാക്ടിക്കലൊക്കെ മാം കാണിച്ചു തന്നു. ഇത് വെളിച്ചില്ല, തീരെയില്ല. നമുക്കത് വെളിച്ചു നോക്കാം. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൽഘോഷ് ബസാറിലേക്ക് പോയി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് ഉണ്ടാക്കണ കുറേ ഐറ്റംസുകൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നടന്ന ശേഷമാണ് പിന്നെ ബസ്സിലാണ് കൽഘോഷ് ബസാറിലേക്ക് പോയത്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് റഫറാത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്ത ശേഷമാണ് ഞങ്ങൾ കൽഘോഷ് ബസാറിൽ പോയത്. കൽഘോഷ് ബസാറിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇതൊരു മീനിൻ്റെ ഐറ്റമാണ്. നമ്മൾ ബ്രോസ്റ്റ് ചിക്കനില്ലേ, ഫ്രൈഡ് ചിക്കൻ, അത് പൊരിച്ച പോലെ ഉണ്ടാവും ആ മീൻ കണ്ടാൽ. പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ ഷോപ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ ഡ്രസ്സസിൻ്റെ ഷോപ്പിൽ. പിന്നെ നമ്മൾ കുറേ ഷൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജേഴ്സി, ഹിജാബ്, അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആടിൻ്റെ കാലില്ലേ, ആട്ടിൻകാല്, അത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ, നട്ട്സിൻ്റെ, പിന്നെ കുറേ ഫ്ലവർ ഷോപ്പ്. പിന്നെ കൽഘോഷ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല. അത്രയും വലിയ ലോങ് വീഡിയോ ആവും കൽഘോഷ് എന്ന് വെച്ചാൽ. അത്രയും നമുക്ക് കാണാനുണ്ട് കൽഘോഷ് ബസാറിൽ. അപ്പോൾ ഞാനത് കുറേയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ബ്രെഡ്, ഇതൊക്കെ ബ്രെഡാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് മസാലാസ്, ചിക്കൻ മസാല, അങ്ങനത്തെ മസാല ഫുള്ളുള്ളത്. പിന്നെ ഇത് ഫ്ലവേഴ്സിൻ്റെ ഏരിയ ആണ്. ഇവിടെ ഞങ്ങൾ കുറേ നേരം നിന്ന്, കാരണം എനിക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം ഫ്ലവേഴ്സിനെ അവിടെ നോക്കി നിന്നു. ഞങ്ങളിങ്ങനെ ഫ്ലവർ എന്തോ കാണാത്ത പോലെ നോക്കി നിന്നപ്പോൾ ആ കടയിലത്തെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കൊരു ഫ്ലവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയോ പോയി. പിന്നെ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കി. പിന്നെ ആ ഫ്ലവർ ഷോപ്പിൽ തന്നെ നമ്മൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു ഫ്ലവർ. പിന്നെ ഇങ്ങനെ പുറത്തും കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ റാസ്ബെറി, സ്ട്രോബെറി, ഫിഗ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫിഗൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫിഗാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ നല്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ കുറേ ഞങ്ങളിങ്ങനെ കറങ്ങി, കാരണം വീഡിയോസ് എടുക്കാം, പിന്നെ നമുക്ക് കാണാവും ചെയ്യാമല്ലോ. അങ്ങനെ ക്ലാസ് നമുക്ക് 1:30ക്കാണ്. അപ്പോൾ ബോറടിക്കുകയും വേണ്ട വെച്ചാൽ ഞങ്ങളിങ്ങനെ കുറേ കണ്ടു. ഇനിയും കാണാനുണ്ട്. കുറേ ഷോപ്സിൽ നമ്മൾ കയറിയിട്ട് തന്നെ ഇല്ല. പിന്നെ എനിക്ക് അരിപ്പൊടിയും മൈദയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതും മേടിച്ച ശേഷം കൽഘോഷ് നേരെ ഞങ്ങൾ ബസ് കയറി.
നേരെ മെഗാ മാർക്കറ്റിൽ പോയി. പിന്നെ മെഗാ മാർക്കറ്റിൽ എനിക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. 1 മന്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. എഗ്ഗും ചിക്കൻ, ബീഫ്, പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസുകളൊക്കെ മേടിച്ച ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ബില്ലൊക്കെ ആക്കിയിട്ട് നല്ല ടയേർഡായിരുന്നു. കാരണം 8:30ക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഞങ്ങൾ 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു റൂമെത്താനായിട്ട്. പിന്നെ നേരെ ടാക്സി ബുക്ക് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.